മന്തിയും അതുപോലെയുള്ള പല റൈസും നമ്മൾ ഉണ്ടാക്കി കഴിക്കെങ്കിലും മലബാർ ബിരിയാണി അതൊരു വികാരം തന്നെയാണ് അല്ലേ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച് അയക്കൂറൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സെയിം ഓയിലോട്ട് തന്നെ 4 വെല്ലുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്ത് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണേ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില എല്ലാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കി ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറി വരുമ്പോൾ ബിരിയാണി മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി വരുമ്പോൾ മീൻ ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്താൽ നമുക്ക് ബാക്കിയുള്ള മീൻ മുകളിൽ വെച്ച് ദം ചെയ്യാം. അപ്പോൾ മീൻ പൊട്ടിപ്പോകാനുള്ളൊരു ചാൻസും ഇല്ലേ. ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയൊക്കെ ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനൊന്നിട്ട് മസാല മാറ്റി വെക്കാം. ഇനി നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയെടുക്കുക. അരി വറുത്തെടുക്കണം കേട്ടോ. പിന്നെ ജീരകശാല റൈസ് തന്നെ എടുക്കണേ. മസാലയിൽ നമ്മൾ ഒരു മീൻ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ മീൻ മസാലയുടെ കൂടെ വെക്കേണ്ടതില്ല. മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ബിരിയാണിയാണോ മന്തിയാണോ കൂടുതൽ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്